BJP വരാൻ പാടില്ല എന്നുള്ള ആ BJPക്ക് ആകെയുള്ള വോട്ട് 33%. ബാക്കി 77% തോറ്റു പോകുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? 33% വോട്ടാണ് BJPക്ക് ഉള്ളത്. പിന്നെ ബാക്കി 67% വോട്ടും തോറ്റു പോവാണ്. കുറഞ്ഞ ആള് ജയിക്കുക, ബഹുഭൂരിഭാഗം ആളുകൾ തോൽക്കുക. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ഒരല്പമെങ്കിലും തലച്ചോറ് ഉപയോഗിച്ചുകൂടെ? എല്ലാരും നിയത്തെന്താ? BJP വരാൻ പാടില്ല, BJP എന്ത് ചെയ്യണം, തോൽപ്പിക്കണം എന്നാണ് എല്ലാരും പറയാം. എന്നിട്ട് എല്ലാരും സ്ഥാനാർത്ഥി നിർത്തും. 10 സ്ഥാനാർത്ഥി, ഒരാൾ 10,000 വോട്ട് പിടിക്കും, അടുത്ത ആൾ 5,000 വോട്ട് പിടിക്കും, അടുത്ത ആൾ 50,000 പിടിക്കും, പിന്നെ ഒരാൾ 25,000 പിടിക്കും, പിന്നെ ഒരാൾ 51,100 പിടിക്കും. മനസ്സിലായോ? BJPക്ക് 51,100 കിട്ടി. ഇപ്പുറത്തുള്ള രണ്ടാം സ്ഥാനക്കാർക്ക് 50,000 കിട്ടി. മൂന്നാം സ്ഥാനക്കാർക്ക് 25,000 കിട്ടി. അത് എവിടുന്ന ഈ 25,000 വന്നത്? രണ്ടാം സ്ഥാനക്കാരന്റെ വോട്ടാണ് 25,000 പോയത്. പിന്നെ വീണ്ടും നാലാം സ്ഥാനക്കാര് 10,000 വോട്ടുണ്ടായി. അത് എവിടുന്നാ പോയത്? ഈ രണ്ടാം സ്ഥാനക്കാരന്റെ വോട്ടാണ്. പിന്നെ അടുത്ത ആൾ 5,000 കൊണ്ടുപോയി. അത് എവിടുന്നാ വന്നത്? അതും ഈ രണ്ടാം സ്ഥാനക്കാരന്റെ. ടോട്ടൽ രണ്ടാം സ്ഥാനക്കാരന് 1,00,000 വോട്ട് കിട്ടേണ്ടത് അത് 4-5-6 സ്ഥാനാർത്ഥികൾ ഈർക്കിൽ പാർട്ടികളൊക്കെ വെച്ചപ്പോ അതിങ്ങനെ കൊഴിഞ്ഞു. അവസാനം ആരെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞോ അവര് വിജയിക്കും. ഇതിപ്പോ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കും. എന്തിനാണ് ഇതൊക്കെ? ഒരല്പമെങ്കിലും ആലോചിച്ചുകൂടെ എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പിന്നെ ഉസ്താദുമാര് രാഷ്ട്രീയം പറയേണ്ടെന്നാണ് പലരുടെ അഭിപ്രായം. അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കലാണ്. ഉസ്താദുമാരും പ്രഭാഷണം നടത്തുന്ന ആളുകളൊന്നും രാഷ്ട്രീയം പറയേണ്ടെന്നാണ് പല ആളുകളെയും ആഗ്രഹം. അതുകൊണ്ട് പിന്നെ മിണ്ടാണ്ടിരിക്കുന്നത്. എന്നാലും എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ആളുകളോടൊക്കെ പറയണം, ഒരല്പമെങ്കിലും ചിന്തിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തുന്ന സമയത്ത്, വോട്ട് ചെയ്യുന്ന സമയത്ത് വെറുതെ അനാവശ്യമായ തർക്കങ്ങളും അനാവശ്യമായ അടിപിടിയും കോലാഹലങ്ങളും കരുവാരിത്തേക്കലും ഒക്കെ നിർത്തി എന്താണോ നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് നമ്മൾ എന്ത് ചെയ്യണമെന്നൊന്ന് ആലോചിക്കുക. കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിൽ ചെറിയ വോട്ടുകളുടെ പേരിലാണ് പലരും പരാജയപ്പെട്ടത്. ചെറിയ വോട്ട്, ഫാസിസ്റ്റ് ഭരണത്തെ തോൽപ്പിക്കണമെന്ന് പറയുന്ന അവര് വിജയിക്കാൻ കാരണം ചെറിയ 1,000 വോട്ടിന്റെ 2,000 വോട്ടിന്റെ ഒക്കെ കാരണത്താലാണ്. അപ്പൊ എന്തുകൊണ്ട് ഇവര് തോറ്റു എന്ന് അന്വേഷിച്ചാൽ കൂടെ നിൽക്കുന്നവർ തന്നെ പുതിയ സ്ഥാനാർത്ഥിയെ നിർത്തിയതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എന്റെ ശ്രദ്ധ ശ്രവിക്കുന്ന എല്ലാ ആളുകളോടും അനാവശ്യമായ ഒരുപാട് സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന് പകരം നിങ്ങളുടെ നീയത്ത് നല്ലതാണെങ്കിൽ, നിങ്ങളുടെ ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ, നല്ല ഉദ്ദേശശുദ്ധിയാണെങ്കിൽ ദയവ് ചെയ്ത് അനാവശ്യമായി വിജയിക്കൂല എന്ന് ഉറപ്പുള്ളവർ പിന്നെ എന്തിനാ സ്ഥാനാർത്ഥി നിർത്തുന്നത്? ഒരു നിലക്കും വിജയിക്കൂല എന്ന് അവർക്കും അറിയാം, വോട്ട് ചെയ്യുന്നവർക്കും അറിയാം, സ്ഥാനാർത്ഥിക്കും അറിയാം, പ്രചരണം നടത്തുന്നവർക്കും അറിയാം. പിന്നെ എന്തിനാ അവർ നിർത്തുന്നത്? അതിന്റെ അർത്ഥം എന്താ? അവരുടെ ഉദ്ദേശം ശുദ്ധിയല്ല എന്നല്ലേ? അത്തരം ആളുകളുടെ പ്രഭാഷണത്തിൽ എന്തർത്ഥമുള്ളത്? അത്തരം ആളുകൾ വെറുതെ പ്രചരണം നടത്തുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അവര് വിജയിക്കൂല എന്ന് അവർക്ക് തന്നെ ഉറപ്പാണ്. പിന്നെ ഇയാളുടെ ഒരു 10,000 വോട്ട് പിടിച്ച അയാൾ തോൽക്കും, മറ്റാള് ജയിക്കും. അതിനു വേണ്ടിയിട്ട് അതുകൊണ്ട് ഒരല്പമെങ്കിലും തന്റെ ഇടവും പക്വതയും തലച്ചോറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി ഫാസിസ്റ്റ് ഭരണത്തെ ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ? ഒന്ന് ചിന്തിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണയിക്കുന്നതും നിർത്തുന്നതും വോട്ട് ചെയ്യുന്നതിലൊക്കെ ഒരല്പം പക്വത കാണിക്കണം എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഏതായാലും ഇത്